ഹലോ, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്നലെ ക്ലാസിക്കൽ റൈറ്റിങ്സ് ആൻഡ് ലേണിങ്സിനെ പറ്റി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന പാർട്ട് 2 ആണ്, അതായത് ബ്ലോക്ക് 2 ആണ്. അത് നമ്മളെ മഹാഭാരത എന്ന് പറയുന്ന നമ്മുടെ ഒരു എപ്പിക്സിനെ പറ്റിയുള്ള കഥയാണ്. ഓക്കെ, അതായത് റിട്ടൺ ബൈ വ്യാസ. എല്ലാവർക്കും അറിയാം വ്യാസനെ പറ്റി, എല്ലാവരും കേട്ടതാണ്, എല്ലാവർക്കും അറിയാം. മിസ് ആദ്യം ഒരു കാര്യം ചെയ്യുക, നമ്മളെ ഈ ബ്ലോക്ക് 2 ഒന്ന് പരിചയപ്പെടുത്തുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്താണ് അതിൽ പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് നമുക്കത് ഡിസ്കസ് ചെയ്ത് പോകാനുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ബ്ലോക്ക് 2 അതായത് ഫസ്റ്റ് നമുക്ക് യൂണിറ്റ് 1 ആണ്. അതിൽ നമുക്ക് 4 യൂണിറ്റ് ആണുള്ളത്. ഓരോന്നിലും യൂണിറ്റ് 4 ഉണ്ടല്ലോ. നമ്മൾ ക്ലാസിക്കൽ ലേണിങ്സ് ആൻഡ് റൈറ്റിങ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടല്ലോ, 4 യൂണിറ്റ്സ് നമ്മൾ കവർ ചെയ്ത് പോയി. അതേപോലെ അത് എല്ലാവരും ഒന്ന് എന്താ മിസ്സിൻ്റെ ക്ലാസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, പോയിന്റ്സ് ഒക്കെ ഒന്ന് നോക്കി പഠിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 4 യൂണിറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ദ മഹാഭാരത, എൻ ഓവർവ്യൂ, മീൻസ് നമ്മൾ ഒന്നായിട്ടൊരു വീക്ഷണം. നെക്സ്റ്റ് യൂണിറ്റ് 2 ദ ഡിസൈൻ ഫ്രം ദ ബുക്ക് ഓഫ് അസംബ്ലി ഹാൾ. ദെൻ യൂണിറ്റ് 3 ദ sequel to the designing a reading. Okay, then next unit 4 the temptation of Kaurava, the temptation of Karna, sorry Kaurava alla Karna, the temptation of Karna from the Udyog Parva. Okay, Udyog Parva. അപ്പോൾ ഈ 4 യൂണിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4 യൂണിറ്റ്സ് ആണ്. മഹാഭാരത എന്ന് പറയുന്ന ഈ സെക്കൻഡ് ബ്ലോക്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്, പഠിക്കാനുണ്ട്, പോയിന്റ് വൈസ് നമുക്ക് ചെയ്യാനുണ്ട്, എഴുതാനുണ്ട്, അസൈൻമെൻ്റ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ദ മഹാഭാരത എൻ ഓവർവ്യൂ. ഓക്കെ, അതിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പിന്നെ ഈ ഒരു കഥ, അതായത് മഹാഭാരത എഴുതിയത് വ്യാസ എന്ന് പറയുന്ന ആളാണ് നമുക്കറിയാം. ഓക്കെ, ദെൻ ഈ മഹാഭാരത ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് കൗരവ ആൻഡ് പാണ്ഡവാസ്. എല്ലാവർക്കും അറിയാം ആരാണ് കൗരവരും പാണ്ഡവരും. ദ വാർ, സ്റ്റോറി മീൻസ് എ വാർ, അതൊരു കഥയാണ്, അല്ലാതൊരു യുദ്ധവുമാണ്. കൂടാതെ അതൊരു യുദ്ധവുമാണ്. എ വാർ ഓഫ് കൗരവാസ് ആൻഡ് പാണ്ഡവാസ്, ദാറ്റ് ഈസ് കോൾഡ് മഹാഭാരത വാർ. ഓക്കെ, ദെൻ നമുക്ക് ഈ വ്യാസ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ ഒരു എപ്പിക്സ്, ഈ ഒരു കഥ എഴുതിയതെങ്കിലും അത് പിന്നെ എന്താ പറയുക, കൂടുതൽ നമ്മളെ സിലബസുകളിലും നമ്മൾ ചെറുപ്പത്തിൽ ഉള്ള കഥകളിലും ഒക്കെ നമുക്ക് എന്താ അറിയാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് മിസ് പറയാൻ പോകുന്നത് ഇതിനൊരു ഇൻട്രൊഡക്ഷൻ മിസ് വായിച്ചുതരാം. ഓക്കെ, ടെക്സ്റ്റിലുള്ള കുറച്ച് ടെക്സ്റ്റിൽ എന്താണ് കൊടുത്തതെന്ന് ജസ്റ്റ് നിങ്ങൾക്കൊരു കണ്ടിന്യൂഷൻ കിട്ടാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണ് ഇതിൽ പറയുന്നത്, ഇൻട്രൊഡക്ഷൻ നമുക്ക് വായിച്ചു തരാം. മിസ് എന്തായാലും നോട്ടൊക്കെ തരും, ഡെഫിനിഷൻ തരും, അസൈൻമെൻ്റ് ഒക്കെ തരും എന്ന് പറഞ്ഞല്ലോ, അത് നോക്കി നിങ്ങൾ ചെയ്താൽ മതി. ഇത് നമുക്കൊന്ന് വായിക്കാം. ദ മഹാഭാരത ഇറ്റ്സ് എൻ എപ്പിക്. ഓക്കെ, ഇതൊരു കാവ്യമാണ്. ഇറ്റ്സ് എൻ എപ്പിക് ദാറ്റ് ഡീൽസ് പ്രൈമറി വിത്ത് ദ സ്റ്റോറി ഓഫ് 2 families laying claim the throne of Hastinapur. And the tragedy is 2 families are the 2 brothers, the Kauravas and Pandavas. അതായത് 2 brothers, Kauravas and Pandavas, അത് ബ്രദേഴ്സ് ആണ്, അവർ കസിൻസ് ആണ്, ബ്രദേഴ്സ് ആണ്. അതായത് ഏട്ടൻ്റെയും അനിയൻ്റെയും മക്കളാണ് കൗരവാസ് ആൻഡ് പാണ്ഡവാസ്. This encoing and the battle of Kurukshetra, there are 100 Kauravas are killed, the Pandavas emerges victorious aided the guidance of Karna. However, the Mahabharata is not just a story. Mahabharata is not just a story. അത് മഹാഭാരത ഒരു സ്റ്റോറി മാത്രമല്ല, അതായത് ഒരു കഥയായിട്ട് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുക, അത് അക്സെപ്റ്റ് ചെയ്യുക. അതെന്താണ്, ഇറ്റ്സ് എ ടേൽസ് മിക്സ്. അതൊരു മിത്താണ്. മിത്ത് എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, ഐതിഹ്യം എന്ന് പറയാം. പക്ഷെ ഐതിഹ്യം ഒന്നല്ല, അത് അത്രയും നല്ലൊരു സുന്ദരമായ മനോഹരമായ കാവ്യമാണ് എന്ത് മഹാഭാരത. അത് സീരിയലായിട്ടൊക്കെ, സീരിയൽസൊക്കെ ആയിട്ട് ഓരോ ചാനലൊക്കെ ഇറക്കുന്നുണ്ട്, എല്ലാവരും കാണുന്നതാണ്. യുദ്ധം, വാസിലെ. ദെൻ നെക്സ്റ്റ് ഇറ്റ്സ് എൻ ഹ്യൂജ് എപ്പിക് ആൻഡ് ദ സീൻ ഇറ്റ്സ് എ ട്രഷർ ട്രൂത്ത് കൾച്ചറൽ കണ്ടന്റ്. അതിൽ കൾച്ചറലായിട്ട് കുറേ കണ്ടന്റുകൾ, സാംസ്കാരികപരമായിട്ടുള്ള കുറേ കണ്ടന്റ്സും കുറേ കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡഡ് ആണ് നമ്മളെ മഹാഭാരതയിൽ. നെക്സ്റ്റ് ലെറ്റ് us now the rights of media rest to things of begin by
റീഡിങ് ആൻഡ് ട്രാൻസ്ലേറ്റഡ് ടെക്സ്റ്റ്. അത് ഇതിൽ പിന്നെ പറയുന്നത് ട്രാൻസ്ലേഷനും ടെക്സ്റ്റും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. ദെൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് കൗരവാസ് ആൻഡ് പാണ്ഡവാസ്. അപ്പോൾ മിസ് ഇത് ജസ്റ്റ് ഇതിൻ്റെ മലയാളം കഥയൊന്ന് പറഞ്ഞു തരാം, മലയാളത്തിൽ ഇതിൻ്റെ കഥ പറഞ്ഞു തരാം. എന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് വൈസ് എന്ത് ചെയ്യുക, അത് ഇംഗ്ലീഷിലെ പാരഗ്രാഫ് വായിച്ചിട്ട് മിസ് എന്ത് ചെയ്യുക, അത് ഇതിൽ പറയും ജസ്റ്റ് ആ കഥയൊന്നും നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല. എന്താണ് അതിൽ സ്ട്രക്ചർ, പ്രൊസീജിയർ, കഥ, ആരാണ് അതിലെ കഥാപാത്രങ്ങൾ, ഇതിൽ ജസ്റ്റ് പറയുന്നത് കൗരവാസ് ആൻഡ് പാണ്ഡവാസ്, കർണ, ദുര്യോധന, യുധിഷ്ഠിരൻ, സഹദേവൻ, നകുലൻ, അങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതൊന്നും ഇതിൽ കറക്റ്റായിട്ട് പറയുന്നില്ല. എങ്കിലും ജസ്റ്റ് മലയാളത്തിൽ ജസ്റ്റ് മിസ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ പോവാണ്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇത് വായിക്കാം, ഓവർവ്യൂ വായിക്കാം, ഇതിൻ്റെ അനലൈസേഷൻ വായിക്കാം. ഓവർവ്യൂ മീൻസ് മൊത്തത്തിലൊരു വീക്ഷണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ടെക്സ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനാവും. അതുകൊണ്ട് ഇത് BA ഇംഗ്ലീഷ് സ്റ്റുഡൻസ് ഇതൊരു മഹാഭാരതം എന്നുള്ള സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് കഥ മനസ്സിലാവണം. അത് മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ആരാണ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ മിസ് അതിൻ്റെ ഒരു കഥ ജസ്റ്റ് അതിൻ്റെ ഒരു കണ്ടന്റ് പറയാൻ പോവാണ്. ഇത് നേരത്തെ പറഞ്ഞല്ലോ, കൗരവാസ് ആൻഡ് പാണ്ഡവാസ്, ഈ രണ്ട് കൂട്ടരുടെയും യുദ്ധമാണ് എന്ത്, മഹാഭാരതം എന്ന് മഹാഭാരത, വാർ ഓഫ് മഹാഭാരത എന്ന് പറയുന്നത്. അതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഉജ്ജയിനി എന്ന് പറഞ്ഞ സ്ഥലം, അത് ഹസ്തിനപുരം എന്ന സ്ഥലത്ത്, ഓക്കെ, ഉജ്ജയിനി അല്ല, ഹസ്തിനപുരം എന്ന സ്ഥലത്ത് 3 സഹോദരന്മാർ ജീവിച്ചിരുന്നു. അതിൽ ഒരാളാണ് പാണ്ഡു. നെക്സ്റ്റ് രണ്ടാമത്തെ ദ നെയിം ഓഫ് അനദർ കിങ് ഈസ് ധൃതരാഷ്ട്ര. നെക്സ്റ്റ് ഈസ് വിദുര. ഓക്കെ, വൺ ഈസ് പാണ്ഡു, ദെൻ വിദുരൻ ആൻഡ് ധൃതരാഷ്ട്ര. ഇവർ 3 പേരും സഹോദരന്മാരാണ്. ഇതിൽ പാണ്ഡുവിൻ്റെ പുത്രന്മാരാണ് പാണ്ഡവർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പാണ്ഡുവിൻ്റെ സഹോദരനാണ് ധൃതരാഷ്ട്രൻ. അതായത് ധൃതരാഷ്ട്രൻ കണ്ണ് കാണാൻ പറ്റാത്ത ഒരാളാണ് ധൃതരാഷ്ട്രൻ. ദെൻ ഈ വിദുരൻ എന്ന് പറയുന്ന ആൾക്ക് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒരു നോർമൽ ആളായതുകൊണ്ട് ഈ ഹസ്തിനപുരത്തിൻ്റെ രാജാവ് എന്ന അധികാരം പോകുന്നത് പാണ്ഡു എന്ന് പറയുന്ന ആളിലേക്കാണ്. അപ്പോൾ ഈ പാണ്ഡു വിവാഹം കഴിച്ചത് കുന്തി ദേവി എന്ന് പറയുന്ന ഒരു രാജകുമാരിയെയാണ്. ദെൻ നെക്സ്റ്റ് ധൃതരാഷ്ട്ര വിവാഹം കഴിച്ചത് ഗാന്ധാരി. എല്ലാവർക്കും അറിയായിരിക്കും ഗാന്ധാരി എന്ന് പറയുന്ന ആളെയാണ്. അതായത് തൻ്റെ ധൃതരാഷ്ട്ര കണ്ണ് കാണാൻ പാടാത്ത അദ്ദേഹം ഗാന്ധാരി അദ്ദേഹത്തിൻ്റെ വൈഫായതുകൊണ്ട് ഭർത്താവിന് കണ്ണ് കാണാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഗാന്ധാരി കണ്ണ് കെട്ടിയിട്ടാണ് ആ ദ സ്റ്റോറി ഓഫ് മഹാഭാരതയിൽ ഫുള്ളായിട്ട് ലാസ്റ്റ് വരെ ഗാന്ധാരി കണ്ണ് കെട്ടിയിട്ടാണ് അങ്ങനെ ഒരു ക്യാരക്ടർ അതിൽ പോകുന്നത്. നെക്സ്റ്റ് പാണ്ഡു ആണ്, പറഞ്ഞല്ലോ പാണ്ഡു വിവാഹം കഴിക്കും കുന്തി ദേവിയെയാണ്. നെക്സ്റ്റ് പാണ്ഡുവിന് വേറൊരു സ്ത്രീയുമായിട്ടൊരു ചെറിയ റിലേഷൻ ഉണ്ടാകുന്ന, മന്ത്രി എന്നാണ് പേര്. ഇറ്റ്സ് എ നെയിം ഓഫ് ലേഡി, മന്ത്രി. ഓക്കെ, നമ്മൾ സാധാരണ പറയുന്ന മന്ത്രി, രാജാവ് മന്ത്രി ഉണ്ടല്ലോ, മിനിസ്റ്റർ എന്നുള്ള, അതല്ലാതെ ഒരു ലേഡി നെയിം ആണ് മന്ത്രി. അങ്ങനെ ഈ മന്ത്രിയുടെയും പാണ്ഡുവിൻ്റെയും പുത്രന്മാരാണ് സഹദേവനും നകുലനും. അതായത് ഫസ്റ്റ് കുന്തി ദേവിയിലുള്ള മക്കളാണ്, മൂത്ത ആളാണ് യുധിഷ്ഠിരൻ, പിന്നെ വരുന്നത് ഭീമൻ, പിന്നെ വരുന്നത് അർജുനൻ. അപ്പോൾ യുധിഷ്ഠിരൻ, അർജുനൻ, ഭീമൻ, നകുലൻ, സഹദേവൻ, ഇങ്ങനെ 5 കുട്ടികളാണ്. ദെൻ മന്ത്രി എന്ന് പറയുന്ന ആ ലേഡി പിന്നെ പുറത്തേക്ക് വനവാസത്തിന് പോവുകയാണ്. ദെൻ നമ്മുടെ പാണ്ഡുവിൻ്റെ ഭാര്യയായ കുന്തി ദേവിയാണ് ഈ കുട്ടികളെ വളർത്തുന്നത്. അങ്ങനെ ഈ 5 പേര്, അപ്പോൾ ഇവരെ പേര് മിസ് നോട്ട് തരും. ആ പേരുകൾ ക്യാരക്ടർ അനാലിസിസ് ഉണ്ടാവും. ക്യാരക്ടർ അനാലിസിസിൽ കറക്റ്റ് ഓരോരോ ക്യാരക്ടേഴ്സിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ചെയ്യണം. നോട്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് നമ്മൾ അവൈലബിൾ ആക്കുന്നതാണ്. അതിൽ ഓരോരുത്തരുടെ പേര് നിങ്ങൾ എന്തായാലും ABC എന്നിട്ട് ഓരോന്ന് നിങ്ങൾ നോട്ടിൽ കൊടുത്തിട്ട് പഠിക്കണം. ഒന്നാമത്തെ ആളെ പേരാണ് നേരത്തെ പറഞ്ഞല്ലോ, യുധിഷ്ഠിരൻ. ദെൻ നെക്സ്റ്റ് ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ. അങ്ങനെ ഈ 5 കുട്ടികളാണ്. അതായത് പാണ്ഡുവിന് രാജാധികാരം കിട്ടിയപ്പോൾ എന്തായി, പട്ടമഹിഷി ആരോ, കുന്തി ദേവിയാവും. ദെൻ നെക്സ്റ്റ് അപ്പുറത്തേക്ക് ധൃതരാഷ്ട്രമാണ്. അപ്പോൾ ധൃതരാഷ്ട്രക്ക് പാണ്ഡുവിനോടൊരു അസൂയ തോന്നുകയാണ്. കാരണം തൻ്റെ മക്കൾ, അതായത് ധൃതരാഷ്ട്ര വിവാഹം കഴിക്കുന്നത് ഗാന്ധാരി എന്ന് പറയുന്ന ഒരു രാജകുമാരിയാണ്. ഈ ഗാന്ധാരിക്ക് വേറെ കഥകൾ എന്താണെന്ന് വെച്ചാൽ, ഗാന്ധാരി ആ ഒരു വിവാഹത്തിന് മുമ്പ് മനസ്സിലാക്കണം, ഓരോ കഥയും നല്ലോണം എന്തൊക്കെയാ മനസ്സിലാക്കി കൊടുക്കുക. കാരണം എന്താ, പിന്നെ ഇതെന്ത് ചെയ്യാൻ പാടില്ല,
അങ്ങോട്ടും മാറിപ്പോവരുത്. അതായത് ഭർത്താവ് ഭാര്യ ഒന്നും മാറിപ്പോവരുത്. പാണ്ഡുവിൻ്റെ ഭാര്യയാണ് കുന്തി ദേവി, ധൃതരാഷ്ട്ര ഭാര്യയാണ് ഗാന്ധാരി.